ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കായ ഉപ്പേരി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ പറമ്പിൽ വെട്ടിയ കായയാണ് കേട്ടോ. അമൃതവാഹിനി എന്ന് പറയും. ഇത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും വഴുതനങ്ങയും കൂടിയിട്ടാണ് കേട്ടോ വയ്ക്കണേ. ഇതും ഇവിടെ പറമ്പിലുണ്ടായതാണ് വഴുതനങ്ങ. കായും വഴുതനങ്ങയും കൂടി ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ടാണ് കേട്ടോ മൂപ്പിക്കണത്. കുറച്ച് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ കായ നുറുക്കിയത് ഇത്തിരി അധികമായി. അപ്പോൾ അതിലേക്ക് എരിവ് മുളക് പൊടി ഇട്ടാലല്ലേ എരിവ് ഉണ്ടാവുള്ളൂ. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കായ ഇട്ട് കൊടുക്കാം കേട്ടോ. നുറുക്കി വെച്ചാണ് കായ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളം. കായ വേവണമെങ്കിൽ കുറച്ച് വെള്ളം വേണം. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം കായ വെന്തിട്ട്. വഴുതനങ്ങ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊരു 3/4 ഭാഗം വേവാകുമ്പോൾ വഴുതനങ്ങ ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വഴുതനങ്ങ നന്നായി വെന്ത് കുഴഞ്ഞു പോകും. കായ 3/4 ഭാഗം വേവാകുമ്പോൾ വഴുതനങ്ങ ഇടാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. എന്തായിന്ന് നോക്കാം കേട്ടോ നമുക്ക് വെന്തോന്ന്. ഇപ്പോൾ കായ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റും കൂടി വഴുതനങ്ങ വേവിച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുമ്പോഴേക്കും വഴുതനങ്ങ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഉടയാണ്ട് കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി. അപ്പോൾ ഇന്ന് ഉച്ചക്കലേക്ക് ഇത് കേട്ടോ, കായും വഴുതനങ്ങ ഉപ്പേരിയും പിന്നെ മാമ്പഴം കൂട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കടുമാങ്ങ കറിയുണ്ട്, പപ്പടമുണ്ട്. ഉച്ചക്കലത്തെ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ.